ഇവിടെ ഒരാൾ സ്പാർക്ക് ചെയ്യുന്ന പവർ ബാങ്ക് എടുത്ത് തന്റെ സ്യൂട്ട് കേസിൽ വെക്കുന്നു. എന്നിട്ട് ആ സ്യൂട്ട് കേസ് ഫ്ലൈറ്റിൽ കയറ്റാൻ എയർലൈൻ സ്റ്റാഫിന്റെ കയ്യിൽ നൽകുന്നു. അവരത് ശരിക്ക് ചെക്ക് പോലും ചെയ്യാതെ ഫ്ലൈറ്റിലെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ കയറ്റുന്നു. അങ്ങനെ യാത്രക്കാരെല്ലാം കയറിയതിനു ശേഷം ഫ്ലൈറ്റ് യാത്ര തുടരുന്നു. അല്പനേരത്തിനു ശേഷം ലഗേജ് കമ്പാർട്ട്മെന്റിൽ വെച്ചിരുന്ന പവർ ബാങ്കിന് തീ പിടിച്ച് ഫ്ലൈറ്റിന്റെ അകം മൊത്തം കത്താൻ തുടങ്ങി. ലഗേജ് ബോക്സിന്റെ റോപ്പ് തീപിടുത്തത്തിൽ കത്തിയതോടെ ബോക്സ് വന്ന് ഫ്ലൈറ്റിന്റെ ബോഡിയിൽ നിരന്തരമായി ഇടിച്ചു. അതോടെ വലിയൊരു തുള രൂപപ്പെടുകയും ആ മെറ്റൽ ബോക്സ് പുറത്തേക്ക് തെറിച്ചു വീണത് എഞ്ചിനിലേക്കായിരുന്നു. എഞ്ചിന്റെ പ്രവർത്തനം നിലച്ചതോടെ ഫ്ലൈറ്റ് നടുക്കടലിൽ ഇടിച്ചിറക്കേണ്ടി വന്നു. ശക്തമായ ലാൻഡിംഗിൽ ഫ്ലൈറ്റ് പലതായി നുറുങ്ങിപ്പോയി. ചിലർ കടലിലേക്ക് പതിച്ചു, മറ്റു ചിലർ കേബിനിൽ കുടുങ്ങി. രക്ഷപ്പെട്ട യാത്രക്കാരെല്ലാം പല റാഫ്റ്റുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവരെ രക്ഷിക്കാൻ ഒരു ഹെലികോപ്റ്റർ വന്നത്. അതിൽ നിന്ന് ഒരു രക്ഷാപ്രവർത്തകൻ താഴേക്കിറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ ഒരു സ്രാവ് അതിക്രൂരമായി ആക്രമിച്ചു. അതോടെ നിയന്ത്രണം തെറ്റിയ ഹെലികോപ്റ്റർ കടലിൽ പതിച്ചു. അതിൽ നിന്നുണ്ടായ ആഘാതത്തിൽ യാത്രക്കാരുടെ റാഫ്റ്റ് മറിഞ്ഞു. സ്രാവുകൾ കൂട്ടത്തോടെ അവരെ ആക്രമിക്കാൻ മുന്നോട്ടെടുത്തു. അതുവഴി വന്നൊരു ചൈനീസ് മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് അവർ ശേഖരിച്ച മത്സ്യങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിട്ടു. ഇതറിഞ്ഞ സ്രാവുകൾ കൂട്ടമായി ബോട്ടിനടുത്തേക്ക് പാഞ്ഞു. അങ്ങനെ ബാക്കിയായ യാത്രക്കാരെയും ക്യാബിൻ ക്രൂവിനെയും ആ ബോട്ടിലുള്ളവർ രക്ഷപ്പെടുത്തി. അവഗണനയോടെ ഒരാൾ വരുത്തിവെച്ച ചെറിയ തെറ്റിന് നിരവധി മനുഷ്യരുടെ ജീവനുകൾ ആപത്തിലായി.